നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ കവറിടാൻ മറന്നുപോയതിന്റെ പേരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പദവിയിൽ നിന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി സ്ഥാനത്ത് നിന്നും അടിച്ച് പുറത്തിറക്കി ഇപ്പോൾ വീട്ടിനകത്തിരുന്ന് ഫേസ്ബുക്കിലൂടെ മാത്രം രാഷ്ട്രീയം പറയാൻ വിധിക്കപ്പെട്ട കേരളത്തിൽ ആദ്യമായി ലൈംഗിക ശേഷി പരിശോധിച്ച MLA എന്ന പേരുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി ഒരു ക്യാപ്സൂളുമായിട്ട് വന്നിരുന്നു. ക്യാപ്സൂള് നിങ്ങൾ പലരും കണ്ടതാണ്. ആ ക്യാപ്സൂള് നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് ആ ക്യാപ്സൂള് ഒത്തില്ല എന്ന് നമുക്ക് പറയാനുള്ള അവസരം ആ അമ്മച്ചി വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാപ്സൂൾ വീഡിയോ കണ്ടിട്ട് വരാം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ അമ്മ ആദ്യം പറയുന്നത് പത്രക്കാരുടെ മുമ്പിലാണ്. രണ്ടാമത് ആ അമ്മ പറയുന്നത് ഏതോ ഒരു ചേച്ചി, അത് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാശ് വാങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ജോലി എടുക്കുന്ന ഏതെങ്കിലും ഒരു ചേച്ചിയാവാം. ആ ചേച്ചി പോയി മൊബൈൽ ക്യാമറയിൽ എടുത്ത ഒരു ഇതാണ് ആ അമ്മച്ചിയെ കൊണ്ട് പറയിപ്പിച്ചതാവാമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ പറയുന്നില്ല, ആ വീഡിയോ നമുക്കൊന്ന് കാണാം, ക്യാപ്സൂൾ വീഡിയോ. അതെ, ഒരു മിനിറ്റ് നോക്കണേ. എന്തോനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു ചെയ്യാൻ. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയം എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്നാ വിജയമം പറഞ്ഞു, ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ള കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികെ കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ പീഡന വീര ഗർഭം കലക്കി രാഹുൽ മാങ്കാണ്ടി. ഇത് ഇന്നലത്തത്. ഇനി പുതിയ ആ അമ്മച്ചിയുടെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ആരും അടുത്തില്ല, അമ്മച്ചി ഒറ്റയ്ക്ക് പല്ല് വെച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്ക് ഇവരുടെ, അതായത് കോൺഗ്രസിന്റെ വലം കൈയായ മൗദൂദി ചാനലായ മീഡിയ വണ്ണിന്റെ ആൾക്കാർ മയക്കം കൊണ്ടുപോയപ്പോ അമ്മച്ചി നല്ല സുഭക്ഷമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരി കൊടുക്കും. ആരാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ചോറ് ഞങ്ങളുടെ മോള് കൊണ്ടുവന്ന് തന്നു. ഇന്നലെ കഞ്ഞിയായിരുന്നു വൈകിട്ട്. രാത്രി അത് പെമ്പിള്ളേർ തന്നെ വെച്ചതാ, നമ്മുടെ പെമ്പിള്ളേർ തന്നെ വെച്ചതാ. ആ ഇന്നലെ ഇല്ല, കറണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സമയം പോയി, പിന്നെ വന്നു. അങ്ങനെ 2 മണിയായി ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്ക്. എല്ലാം കിടന്ന് ചുമയും കൂർക്കം വലിയും വർത്തമാനവും എന്തെങ്കിലും ആട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര കഷ്ടം പിടിച്ച് എല്ലാ വർഷവും ഈ ദുരിതം. അയ്യോ, ആരും ഇല്ലാത്തവരൊക്കെ എന്തോ ചെയ്യൂ? അനാഥകളായ ഞങ്ങൾ മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവരായ അവരുടെ കുടുംബജീവിതമാണ്, അവരുടെ മക്കളായി. മക്കളെ നോക്കാൻ അവർക്കൊക്കെ പിന്നെ വരും പോകും, ഇങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്നും. എൻ്റെ മോക്കും പഞ്ചായത്തിൽ ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട എന്ന് പറഞ്ഞത്. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അക്ഷരം മിണ്ടരുത് തോന്നുന്നു. ഞാൻ പറയുന്നവർക്ക് അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരി കൊടുക്കും. ഇഷ്ടം പോലെ ആ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ ഇട്ടായിരുന്നു. അല്ല, സ്പോൺസർ ചെയ്ത് ഓരോരുത്തർ കൊണ്ടുവരുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു 3 മണി ആയപ്പോഴത്തേനും കുറച്ച് ഉണക്കച്ചപ്പാത്തി കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു. വെപ്രാളം കൊണ്ട് അങ്ങ് തിന്നു. പിന്നെ വൈകിട്ട് ഇച്ചിരി കഞ്ഞിയും പയറും. അതിൽ ഇരിക്കുന്ന ആ പുരുഷനായിരുന്നു, എനിക്കറിയത്തില്ല ചെറുക്കൻ. അത് ഞങ്ങളുടെ കൊച്ചുമോൻ്റെ കൂടെ പഠിച്ചതെന്നൊക്കെ പറയണം, എനിക്കറിയത്തില്ല. പുള്ളിയും കൂടെ ചേർന്ന് എല്ലാം ചെയ്തു, കഞ്ഞി കുടിച്ചു. അങ്ങനെ കിടന്നു. രാവിലെ 2 ഇനി ഇത്രയും നേരമായ കണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. അത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ കഴിച്ചു, ഒരുമാതിരിപ്പെട്ടവർ കഴിച്ചില്ല. അപ്പോൾ വീണ്ടും അമ്പട കേമ പീഡന വീര ഗർഭം കലക്കി രാഹുൽ മാങ്കാണ്ടി. നീ ഇങ്ങനെ കോൺഗ്രസിലേക്ക് ഇന്ന് തിരിച്ചെടുക്കും, നാളെ തിരിച്ചെടുക്കും, മറ്റന്നാൾ തിരിച്ചെടുക്കും എന്ന വിശ്വാസത്തില് ക്യാപ്സൂള് വിഴുങ്ങി അതിങ്ങനെ ആസനത്തിലൂടെ പുറത്തുവിടുന്നത് ഫേസ്ബുക്കിലൂടെ നിന്റെ ആരാധകരെ കാണിച്ച് പുളകം കൊള്ളുന്നത് പോലല്ല.
യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ കാണിക്കുക എന്നുള്ളത്. നീയൊക്കെ ഇനി എത്രയൊക്കെ ക്യാപ്സൂൾ ഇറക്കിയാലും എത്രയൊക്കെ വൈറ്റ് വാഷ് ചെയ്താലും വി ഡി സതീശൻ സവർക്കർജി നയിക്കുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഭരണം ജനങ്ങൾ 2.5 മാസം കൊണ്ട് വെറുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 10 സീറ്റ് പോലും കോൺഗ്രസിന് തികച്ചു കിട്ടത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അത് പോട്ടെ, അതിനിപ്പോ ഞങ്ങൾ ന്യായീകരിച്ചു എന്നൊക്കെ പറയും. ഇനിയിപ്പോ ഇതിന്റെ താഴെ വന്ന് കുങ്കികളും മൂരികളും പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അവർക്ക് രാഷ്ട്രീയം പറയാൻ അറിയത്തില്ല. ഇതുവരെ കരച്ചിൽ തീർന്നില്ലേ, കരയൂ കമ്മി, അടിമേ, ഇതൊക്കെ പറയാൻ കഴിയും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.